ഹായ് അസ്സാം വലൈക്കും. പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും തസ്ലീസ് ക്രീം എന്ന എൻ്റെ ചാനലിലേക്കും ഇന്നത്തെ വീഡിയോയിലേക്കും സ്വാഗതം. നമ്മൾ കുറേ ദിവസമായില്ല ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വ്യത്യസ്ത രീതിയിലൊരു മീൻ കറി ഉണ്ടാക്കാമെന്ന്. അയില മീനാണ്. ഫസ്റ്റ് തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ഉപ്പ് എല്ലാം ചേർത്തിട്ട് ഞാൻ മീൻ പുരട്ടി വെച്ചു. എന്നിട്ട് കടുക് ചേർക്കുന്നില്ല, ഉള്ളിയും കറിവേപ്പിലയും ഫസ്റ്റ് തന്നെ പൊരിച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് തക്കാളി പിന്നെ പച്ചമുളക് ചേർത്ത് വെച്ചു. ഇത് നല്ല പോലെ ഇതുപോലെ വെന്ത് കിട്ടണം. നല്ലപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ച മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കടുക് ചേർക്കണ്ട കേട്ടോ, കടുകിന് പകരമല്ല ഉലുവ നല്ല ടേസ്റ്റാണ് ഉലുവ ചേർത്താൽ. അപ്പോൾ ഞാൻ ഉലുവയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലപോലെ വെന്ത് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിന് ചൂടാറിയ വെള്ളം, ചൂടായി തണിഞ്ഞ വെള്ളമില്ലേ, അത് ചേർത്ത്. എന്ത് വെള്ളമായാലും കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെയാണ് ചേർത്തത്. അപ്പോൾ അതേ നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ചേ ചേർക്കാവും, നമ്മൾ കറിയിലോട്ട് ചേർക്കുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതേ ഞാൻ മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ചേർത്ത് വെച്ച മീൻ ചേർത്ത് വെച്ച് എന്നിട്ട് കുറച്ച് സമയം അടച്ച് വെച്ച് നല്ല വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും അയില വ്യത്യസ്തമായ രീതിയിൽ കറി വെച്ചതും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.